കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗം ഇപ്പോൾ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. പകർച്ചവ്യാധികൾ നിപ്പ, ഷിഗല്ല, വെസ്റ്റ് നൈൽ, ഡെങ്കി, മലേറിയ, കോളറ, അമീബിക് ജ്വരം ഇങ്ങനെയുള്ളവയെല്ലാം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ദിനംപ്രതി രോഗബാധിതരുടെ എണ്ണം കൂടുന്നു, മരണവും കൂടി വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഗപ്രതിരോധ നടപടികളിലെ ഏകോപനം ഇല്ലായ്മയുണ്ട്, അതിൽ ജാഗ്രത കുറവുണ്ട് എന്നതാണ്. ഇത് വലിയ തോതിൽ സംസ്ഥാനം ചർച്ച ചെയ്യപ്പെടുകയാണ്. രോഗം ബാധിച്ചവരുടെ ജീവൻ രക്ഷിക്കുന്നതിനാവശ്യമായ മരുന്ന്, അതിനും ദൗർലഭ്യമുള്ള പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോഴത്തെ ആവശ്യത്തിനനുസരിച്ച് ഡോക്ടർമാർ ഇല്ലാത്തതിൻ്റെ പ്രയാസവും വരുന്നത്. ഒരു പ്രശ്നം ഉയർന്നു വന്നിട്ടുള്ളത് PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് ചെയ്യപ്പെട്ട 400ഓളം ഡോക്ടർമാർ അവരുടെ നിയമനം തടസ്സപ്പെട്ടത് ഈ അടിയന്തര സാഹചര്യത്തിൽ ഗുരുതരമായ വീഴ്ചയായി കാണുന്നു. അഡ്വൈസ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ റാങ്ക് അടിസ്ഥാനത്തിൽ ഒഴിവുകളിലേക്ക് നിയമിക്കുകയാണ് പതിവ്. എന്നാൽ കഴിഞ്ഞ മെയ് 25-ന് അഡ്വൈസ് ലഭിച്ച ഡോക്ടർമാർക്ക് ഇതുവരെയും നിയമന ഉത്തരവ് നൽകിയിട്ടില്ല. സാധാരണ അത്തരമൊരു കാലതാമസം ഉണ്ടാകുന്നില്ല. നിയമന പ്രക്രിയയിൽ ഇടപെടാനും ഭരണാനുകൂല പാർട്ടികളുടെ താൽപ്പര്യത്തിനനുസൃതമായി കാര്യങ്ങൾ നടത്താനുമുള്ള നീക്കം മൂലമാണ് നിയമനം തടസ്സപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപം. ഇപ്പോൾ പകർച്ചവ്യാധികൾ പറന്നു പിടിക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ മറ്റ് താല്പര്യങ്ങൾ മുൻനിർത്തി, രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ഡോക്ടർമാരുടെ പോസ്റ്റിംഗ് നീട്ടിക്കൊണ്ടുപോകുന്നത് പകർച്ചവ്യാധി മൂലം കഷ്ടപ്പെടുന്നവരോട് കാണിക്കുന്ന വലിയ ക്രൂരതയായിരിക്കുമെന്നതാണ് കാണേണ്ടത്. അടിയന്തരമായി പോസ്റ്റിങ്ങിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. കഴിഞ്ഞ LDF സർക്കാർ അംഗീകരിച്ച് നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി, കണക്ട് വർക്ക് എന്ന പദ്ധതി, ഇവയെല്ലാം തകർക്കുന്ന നിലപാടാണ് UDF സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അടുത്ത ദിവസമാണ് കഴിഞ്ഞ ജൂൺ 11-ന് സുപ്രീം കോടതിയുടെ സുപ്രധാനപ്പെട്ട വിധി വന്നത്. ഗൃഹജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന വീട്ടമ്മമാർ രാഷ്ട്രശില്പികളാണ്. അവരുടെ അധ്വാനം രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ആധാരമാണ്. ഇപ്പോൾ ചരിത്രപരമായ വിധിയിലൂടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിരീക്ഷിച്ച കാര്യങ്ങളാണിത്. ആ നിരീക്ഷണത്തിനും വളരെ മുൻപാണ് 2025 ഒക്ടോബറിൽ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് LDF സർക്കാർ സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പാക്കിയത്. പാവപ്പെട്ട കുടുംബങ്ങളിലെ 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് എല്ലാ മാസവും 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. 31 ലക്ഷത്തിലധികം പേര് ഇതിൻ്റെ ഗുണഭോക്താക്കളായി ഉണ്ടാകുമെന്നാണ് കണക്കാക്കിയത്. കഴിഞ്ഞ ബജറ്റിൽ LDF സർക്കാർ ഇതിനായി 3720 കോടി രൂപ നീക്കിവെക്കുകയും ചെയ്തു.
മാർച്ച് മാസം വരെ കൃത്യമായി പെൻഷനും നൽകി. ഇതിനൊപ്പമാണ് നൈപുണ്യ പരിശീലനം നേടുന്നതിനും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിനും യുവാക്കൾക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡ് നൽകുന്ന കണക്ട് വർക്ക് പദ്ധതി ഞങ്ങൾ നടപ്പാക്കിയത്. പക്ഷേ പുതിയ UDF സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങൾ മൂലം നിലവിൽ 16 ലക്ഷത്തിലധികം വീട്ടമ്മമാർക്ക് ആശ്വാസമായ സ്ത്രീ സുരക്ഷാ പദ്ധതി മുടങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്ന പുതിയ അപേക്ഷകളുണ്ട്. ആ പുതിയ അപേക്ഷകളിൽ നടപടി സ്വീകരിക്കുന്നുമില്ല. മുഖ്യമന്ത്രിയുടെ തന്നെ കീഴിലാണ് ധനവകുപ്പ്. ധനവകുപ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ തീരുമാനമാക്കാതെ പിടിച്ചു വച്ചിരിക്കുകയാണ്. തുടക്കം മുതൽ ഈ പദ്ധതിയെ UDF അപഹസിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതിനെ പൂർണ്ണമായും തകർക്കാനുള്ള അണിയറ നീക്കങ്ങൾ നടക്കുന്നുവെന്ന് വേണം സംശയിക്കാൻ. സ്ത്രീപക്ഷ സർക്കാരെന്ന് മേനി നടിക്കുന്നവർ സ്ത്രീ സുരക്ഷാ പദ്ധതി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. യുവജനങ്ങൾക്കുള്ള കണക്ട് വർക്ക് ആനുകൂല്യങ്ങളുടെ വിതരണത്തിലും സമാനമായ അനാസ്ഥയുണ്ടാകുന്നു. UDF സർക്കാർ അടിയന്തരമായി അവരുടെ നിലപാട് തിരുത്തണം. അവരെ പുതുതായി അപേക്ഷ നൽകിയവരുടെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കണം. പെൻഷനും സ്റ്റൈപ്പൻഡും കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയടക്കമുള്ള തുക പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യണം. ഈ പദ്ധതികളെ തകർക്കാനുള്ള രാഷ്ട്രീയ തീരുമാനം ഉപേക്ഷിക്കണം. അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരു കാലതാമസവുമില്ലാതെ ഉടൻ തന്നെ സാമ്പത്തിക സഹായം വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണം. ഇതോടൊപ്പം കാണേണ്ട ഒരു പ്രശ്നമാണ് പ്രവാസി പെൻഷൻ. അതും ഈ സർക്കാർ വന്ന ശേഷം മുടങ്ങിയിരിക്കുകയാണ്. ആ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ വേണം. നമ്മുടെ ലോകമാകെ ലോക ഫുട്ബോൾ ഹരത്തിലാണിപ്പോൾ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളും അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ ലോകകപ്പ് മത്സരം കാണുന്നവരാണ്. ഇപ്പോൾ ഏർപ്പെടുത്തുന്ന വൈദ്യുതി നിയന്ത്രണം വലിയ തോതിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ വൈദ്യുതി നിയന്ത്രണം ഈ ഘട്ടത്തിൽ ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്.